അമ്മച്ചി വീട്ടിൽ പോവുകയാണ് മുത്തുമണീസ് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ ഇതേ നല്ല കാറ്റ് കേട്ടോ. പൊന്നൂസിനെ 2 ദിവസം അമ്മ അടുത്ത് വളർത്താൻ ഏൽപ്പിച്ചാണ്. അമ്മ 1 കിൻറ്റൽ എണ്ണ വാരി തലയിൽ തേച്ച് ദേ എത്ര ഷാമ്പൂ ഇട്ടിട്ട് മുഖത്തൊന്നും ചെവിന്നും അങ്ങോട്ട് എണ്ണ പോകുന്നില്ല. പിന്നെ ദേ വേറൊരു പുത്രൻ, ഇവനാണെങ്കിൽ മുടി വെട്ടാൻ സമ്മതിക്കുന്നില്ല, മുടി വളർത്തണം അത്ര ഈ ചെറിയ പ്രായത്തിലേ. അങ്ങനെ ദേ ഞങ്ങളെല്ലാം വാരിപ്പറക്കി ഇറങ്ങി മുത്തുമണീസ്. എന്താണെന്ന് വെച്ചാലേ എനിക്കൊരു നേർച്ചക്കടം കിടപ്പുണ്ടേ. നമ്മുടെ വീട് പാല് കാച്ചുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് കഴിച്ചു. അപ്പം അമ്മച്ചി വീട്ടിൽ ആദ്യമായിട്ടുള്ള മീട്ടുമ്പുറം പള്ളിയിൽ ഇങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അത് വീട്ടാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇതേ അമ്മായി ഉണ്ട് കൂടെ. അപ്പോൾ കുറച്ച് പൊരിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ആദ്യം ഞങ്ങൾ ഹൈറമ്മായി കാണാൻ പോയി അമ്മച്ചി വീട്ടിൽ. അപ്പം ചാച്ചി ഉണ്ടായിരുന്നു, മുബി ഉണ്ടായിരുന്നു, ഹൈറമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയ പൊരിപ്പും പിന്നെ മുബി ചായ ഇട്ടുകൊണ്ട് വന്നു. അതൊക്കെ കുടിച്ച് പൊരിപ്പും കഴിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ സമയം കളയാതെ നേരെ സൗമ്യക്കാരുടെ വീട്ടിൽ പോയി. ഈ വലിയ പള്ളി കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മച്ചുമ്മായ ഓർമ്മ വരും കേട്ടോ. അമ്മച്ചുമ്മായും അമ്മച്ചിത്തായും 2 മാമന്മാരെ മാമിയൊക്കെ ഇവിടെ അടക്കിയത്. പക്ഷെ അമ്മച്ചുമ്മ എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. അമ്മയുടെ അമ്മ ആണേ. കുഞ്ഞിലെ നല്ല ആഹാരം എല്ലാം കഴിച്ചത് അമ്മച്ചുമ്മ വാങ്ങിച്ചു തന്നിട്ടാണ്. അതുകൊണ്ട് അമ്മച്ചുമ്മ എല്ലാണ്ട് ഓർമ്മ വരുവേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മാമിയും സൗമ്യക്കായും മക്കളും എല്ലാവരും കൂടി നമ്മുടെ മേട്ടുമ്പുറം പള്ളിയിൽ പോയി. 11 മണി വരെ ദ്വാരപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേർച്ചപ്പങ്ക് ബിരിയാണി കിട്ടി. അവിടെ ഒരു ബെഞ്ച് ഡെസ്കൊക്കെ എടുത്തിട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു.